വനം നിയമ ഭേദഗതി ഉപേക്ഷിച്ച സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്തിരിക്കുകയാണ് നിലമ്പൂർ മുൻ എംഎൽഎയും തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകം കോർഡിനേറ്ററുമായ പി.വി. അൻവർ. ഒറ്റക്കെട്ടായ പോരാട്ടത്തിന് മുന്നിൽ സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നുവെന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. പിന്തുണയേകിയ UDF നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അൻവർ നന്ദി പറയുകയും ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പി.വി. അൻവറിന്റെ പ്രതികരണം. 1961 സംസ്ഥാന വനനിയമ ഭേദഗതി ചെയ്യാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചിരിക്കുന്നത് കർഷക വിരുദ്ധ, മനുഷ്യത്വ വിരുദ്ധ ബില്ലിനെതിരെ നമ്മൾ നടത്തിയ ജനകീയ യാത്രയുടെ വിജയമാണ് എന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു എന്ന കാരണം പറഞ്ഞ് നിയമസഭാംഗങ്ങളെയോ മലയോര പ്രദേശത്തെ ജനങ്ങളെയോ അറിയിക്കാതെ തികച്ചും നിഗൂഢമായി ഒരു നിയമം നടപ്പിലാക്കാൻ സർക്കാരും വനം വകുപ്പും ശ്രമിക്കുകയായിരുന്നുവെന്നും പി.വി. അൻവർ ചൂണ്ടിക്കാട്ടി. നിയമസഭാംഗം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ രാജി മലയോര മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ സമർപ്പിക്കുന്നുവെന്ന് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നുണ്ട്. ജനാധിപത്യത്തെ പരിവർത്തനത്തിനും ശുദ്ധീകരണത്തിനും വിധേയമാക്കുന്ന എക്കാലത്തെയും മികച്ച ടൂൾ ജനകീയ സമരങ്ങൾ തന്നെയാണ്. ഒറ്റക്കെട്ടായ നമ്മുടെ പോരാട്ടത്തിന് മുന്നിൽ സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നു എന്നതാണ് സത്യമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. പി.വി. അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. ഇത് നമ്മുടെ പോരാട്ടത്തിന്റെ വിജയം. 1/11/2024 1855/6/2024 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ 1961 സംസ്ഥാന വനനിയമം ഭേദഗതി ചെയ്യാനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കുന്നു. കർഷക വിരുദ്ധ, മനുഷ്യത്വ വിരുദ്ധ ബില്ലിനെതിരെ നമ്മൾ നടത്തിയ ജനകീയ യാത്രയുടെ വിജയമാണിത്. പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു എന്ന കാരണം പറഞ്ഞ് നിയമസഭാ അംഗങ്ങളെയോ മലയോര പ്രദേശത്തെ ജനങ്ങളെയോ അറിയിക്കാതെ തികച്ചും നിഗൂഢമായി ഒരു നിയമം നടപ്പിലാക്കാൻ സർക്കാരും വനം വകുപ്പും ശ്രമിക്കുകയായിരുന്നു. പ്രസ്തുത ബില്ലിനെതിരെയാണ് ജനുവരി 3 മുതൽ 5 വരെ വയനാട് ജില്ലയിലെ പനമരത്ത് തുടങ്ങി നിലമ്പൂർ വഴിക്കടവിൽ സമാപിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലം ജനകീയ യാത്ര നമ്മൾ സംഘടിപ്പിച്ചത്. യാത്രയുടെ 2ാം ദിനത്തിൽ നിലമ്പൂരിൽ മണി എന്ന ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ജനകീയ യാത്ര നിർത്തിവെച്ച് നിലമ്പൂർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഞാനും പ്രവർത്തകരും തീരുമാനിച്ചത്. അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളെ തുടർന്നാണ് എന്നെ അറസ്റ്റ് ചെയ്ത് സംസ്ഥാന സർക്കാർ ജയിലിൽ അടയ്ക്കുന്നത്. നിയമസഭാംഗം എന്ന നിലയിലുള്ള എൻ്റെ രാജി മലയോര മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന വന നിയമ ഭേദഗതി ബില്ലിനെതിരെ സമർപ്പിക്കുന്നുവെന്ന് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തെ പരിവർത്തനത്തിനും ശുദ്ധീകരണത്തിനും വിധേയമാക്കുന്ന എക്കാലത്തെയും മികച്ച ടൂൾ ജനകീയ സമരങ്ങൾ തന്നെയാണ്. ഒറ്റക്കെട്ടായ നമ്മുടെ പോരാട്ടത്തിനു മുന്നിൽ സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നു എന്നതാണ് സത്യം. കർഷക സംഘടനകൾക്ക് പിന്തുണയേകിയ UDF നേതാക്കൾക്ക്, സാമൂഹ്യ സംഘടനകൾക്ക്, കൂടെ നിന്ന പൊതുജനങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പി.വി. അൻവർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം വനനിയമ ഭേദഗതി ബിൽ സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചതായി കഴിഞ്ഞ ദിവസം അറിയിക്കുകയായിരുന്നു. ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന വനം നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾ സർക്കാർ ഉപേക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഏത് നിയമവും മനുഷ്യർക്കു വേണ്ടിയുള്ളതാകണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ വന ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ആശങ്കകൾ സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു ഭേദഗതിയും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് 2013 അന്ന് UDF സർക്കാരായിരുന്നു ഭരണത്തിൽ. മനഃപൂർവ്വം കടന്നു കയറുക എന്ന ഉദ്ദേശത്തോടെ വനത്തിൽ കയറുക, വനത്തിനുള്ളിൽ വാഹനം നിർത്തുക, ഇതെല്ലാം കുറ്റമാക്കുക എന്നതാണ് ആ ഭേദഗതി. അതിന്റെ തുടർ നടപടികളാണ് പിന്നീടുണ്ടായത്. ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾ സർക്കാർ ഗൗരവമായി കാണുകയാണ് എന്നുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു.